സ്നേഹിക്കുന്ന ഒരാളുടെ വിയോഗത്തിൽ സ്നേഹം അതിനെ മറനീക്കി പുറത്തു വരുന്നു. രഹസ്യമായ സ്നേഹങ്ങളൊക്കെ ഉള്ളിൽ അടങ്ങിയിരിക്കാതാവും ആ വിയോഗത്തോടെ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ജീവിച്ചിരിക്കുമ്പോൾ എന്നതിനേക്കാൾ മരിക്കുമ്പോൾ ഒരാളുടെ നന്മകൾ ഏറ്റുപറയാനും അയാൾ നൽകിയതിന്റെ എല്ലാം ഓർമ്മകൾ ശേഖരിച്ചു വയ്ക്കാനും അയാളുള്ള സ്നേഹം ഭയമെന്നെ പ്രകടിപ്പിക്കാനുമൊക്കെ മനുഷ്യർ പരിശ്രമിക്കുന്നത്. അതുവരെയും പറക്കി കീഴിൽ ഒളിച്ചുവെച്ച വിളക്ക് പീഠത്തിന്മേൽ വയ്ക്കുന്നത് പോലെ. നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത് അപ്രകാരം ഒരാളെയാണ്, അരിമത്യാകാരൻ ജോസഫിനെ. ജൂയിഷ് കൗൺസിലിലെ അംഗമായിരുന്നിട്ട് കൂടി താൻ സ്നേഹിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി യാതൊന്നും ചെയ്യാനാവാതെ അവന്റെ മരണം കാണേണ്ടി വന്നവൻ. പക്ഷേ അവന്റെ മൃതദേഹത്തോടെങ്കിലും അല്പം ആദരം കാണിക്കാനുള്ള അവസരം തേടുകയാണ് അവൻ. പീലാത്തോസിന്റെ മുൻപിൽ ചെന്ന് ക്രിസ്തുവിന്റെ ശരീരം വിട്ടുതരണമെന്ന് ധൈര്യപൂർവ്വം അവൻ ആവശ്യപ്പെടുന്നു. രഹസ്യത്തിൽ അവന്റെ ശിഷ്യനായിരുന്ന അവന് അവന്റെ പീഡാസഹനവും മരണവും നൽകിയ സ്നേഹത്തിന്റെ ധൈര്യം. വെറുതെയല്ല സുവിശേഷം അവനെ നീതിമാനെന്നും ദൈവരാജ്യത്തെ പ്രതീക്ഷിച്ചിരുന്നവനെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും അപമാനകരമായ മരണത്തിന് ശേഷം ജോസഫ് ഗേവ് ക്രൈസ്റ്റ് എ ഡിഗ്നിഫൈഡ് ബറിയൽ. ഈശോയെ, ഇന്ന് മറ്റുള്ളവരുടെ ഡിഗ്നിറ്റി ഞാൻ പ്രൊട്ടക്ട് ചെയ്യട്ടെ.